ഹായ് കൂട്ടുകാരെ, ഞാനിപ്പോൾ നിൽക്കുന്നത് ഇടുക്കി ജില്ലയിൽ കമ്പളികണ്ടം ചിന്നാർ ഡാമിൻ്റെ മുകളിലാണ്. പെരിഞ്ചാൻകുട്ടി പുഴയിലെ വെള്ളം ചിന്നാറിൽ തടഞ്ഞു നിർത്തി അവിടെ നിന്നും 3125 മീറ്റർ നീളത്തിൽ ഒരു തുരങ്കം നിർമ്മിച്ച് ഈ വെള്ളം പനംകുട്ടി പാമ്പിളയിൽ എത്തിക്കുന്നു. ശരാശരി ഒരു വർഷം 76.45 ദശലക്ഷം 24 മെഗാവാട്ട് കറണ്ടാണ് ഇവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ഈ കാണുന്നതാണ് തുരങ്കമുഖം. 625 ദിവസം കൊണ്ട് ഈ തുരങ്ക നിർമ്മാണം വിജയകരമായി പൂർത്തിയാക്കുവാൻ KSEBക്ക് കഴിഞ്ഞു എന്നുള്ളത് അഭിമാനകരമായ കാര്യമാണ്. തൊട്ടു താഴെ കാണുന്ന പഴയ പാലവും അതിന് തൊട്ട് താഴെ കാണുന്ന 2 പില്ലർ അതിന് മുമ്പുണ്ടായിരുന്ന പാലവുമാണ് ഈ ഡാം പണിയുന്നതിന് മുൻപ് ഉണ്ടായിരുന്നതാണ്. ഈ ഡാമിലേക്ക് ആവശ്യമായ സാധന സാമഗ്രികളെല്ലാം എത്തിച്ചത് ആ പാലത്തിൽ കൂടിയാണ്. ഇവിടെ നിന്നും മുകളിലേക്ക് നോക്കിയാൽ വെള്ളത്തിൽ നിൽക്കുന്ന തെങ്ങും വെള്ളത്തിനരികിലിരിക്കുന്ന വീടും വെള്ളത്തിലേക്ക് ഇറങ്ങി നിൽക്കുന്ന മരങ്ങളും അകലെ കാണുന്ന മലകളുമെല്ലാം ഒരു ചിത്രകാരൻ്റെ ഭാവനയിൽ വിരിഞ്ഞ ചിത്രങ്ങളായിട്ടാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. ഇത് ഡാമിൻ്റെ പുറകുവശമാണ്, ഫ്രണ്ട് വശം. കേരളത്തിൽ ഒരു ഡാമിനും ഇല്ലാത്തൊരു പ്രത്യേകതയാണ് ഈ ഡാമിനുള്ളത്. ഈ ഡാമിന് ഷട്ടറുകൾ ഇല്ല. ആകപ്പാടെയുള്ളത് താഴെ കാണുന്ന ഒരു സ്പിൽവേ മാത്രമാണ്. അധികം വരുന്ന വെള്ളം ആ സ്പിൽവേ വഴി പുറത്തേക്ക് ഒഴുക്കി കളയുന്നു. ഈ ഡാമിൽ നിന്നും ഏകദേശം ഒരു 300 മീറ്റർ താഴെയായി ഒരു ചെക്ക് ഡാം നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഡാം പണിയുന്നതിന് മുമ്പുള്ള ചെക്ക് ഡാമാണിത്. ഈ ചെക്ക് ഡാമിൽ നിന്നും താഴേക്കൊഴുകുന്ന വെള്ളം താഴെയുള്ള പാറക്കെട്ടുകളിൽ തട്ടി രണ്ടായി തിരിഞ്ഞൊഴുകി ഒരു ഭാഗം അപ്പുറവശത്തും ഒരു ഭാഗം ഇപ്പുറവശത്തു കൂടി താഴേക്ക് ഒഴുകുന്നു. കാഴ്ചയിൽ വളരെ അതിമനോഹരമായി തോന്നുമെങ്കിലും ഇവിടം എപ്പോഴും ഡേഞ്ചർ മേഖല തന്നെയാണ്. എങ്ങാനും കാൽവഴുതി വീണാൽ മരണം സുനിശ്ചിതമാണ്. കാരണം ഈ പാറക്കെട്ടുകളിൽ അഗാധമായ ഗർത്തങ്ങളും കിടങ്ങുകളും രൂപപ്പെട്ടിരിക്കുന്നു. നമുക്ക് അതെല്ലാം ഒന്ന് വ്യക്തമായി തന്നെ കാണാം. ഈ പാറകളിൽ ചെറിയ കുഴികളിൽ കല്ലുകൾ കിടന്ന് കറങ്ങി വലിയ കല്ലുകൾ വീണ്ടും കിടന്ന് കറങ്ങിയാണ് ഇത്രയും വലിയ ഗർത്തങ്ങൾ ഇവിടെ രൂപപ്പെട്ടിട്ടുള്ളത്. എങ്ങാനും കാൽവഴുതി ഈ ഗർത്തത്തിനുള്ളിൽ വീണാൽ രക്ഷപ്പെടുന്ന കാര്യം വളരെ ബുദ്ധിമുട്ടിലാണ്. കാരണം ഈ പാറയുടെ അടിയിൽ കൂടി ഉള്ള ദ്വാരത്തിൽ കൂടിയാണ് വെള്ളം മറുവശത്തേക്ക് ഒഴുകിപ്പോകുന്നത്. എങ്ങാനും അവിടെ കുടുങ്ങിയാൽ മരണം ഉറപ്പാണ്. ഇവിടെ നിന്നും താഴേക്ക് നോക്കുമ്പോൾ പതഞ്ഞൊഴുകി പോകുന്ന വെള്ളം നമുക്ക് പ്രത്യേക ഒരു ഭംഗിയാണ് പ്രദാനം ചെയ്യുന്നത്. മറുവശത്ത് കൂടി ഒഴുകുന്ന വെള്ളവും ഇതെല്ലാം കൂടി താഴേക്ക് ഒഴുകിപ്പോകുന്നത് നമുക്ക് വളരെ വ്യക്തതയോടുകൂടി കാണുവാൻ സാധിക്കുന്നുണ്ട്. മഴ പെയ്ത് മാറിയതേ ഉള്ളൂ. അതുകൊണ്ട് പാറകളെല്ലാം പായയിൽ പിടിച്ച് തെന്നിയാണ് കിടക്കുന്നത്. വളരെ സൂക്ഷിച്ചാണ് ഞാൻ ഇതിലെ ഇറങ്ങി വന്നിട്ടുള്ളത്. ഈ പാറയുടെ അടിഭാഗം മുഴുവൻ
ദ്രവിച്ചു പോവുകയോ അല്ലെങ്കിൽ വെള്ളം തല്ലിപ്പോവുകയോ ചെയ്തുകൊണ്ടാവാം ഇതിൻ്റെ അടിഭാഗം ഒരു ഗുഹയെ ഓർമ്മിപ്പിക്കും വിധത്തിലാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇതും ഒരു കുഴിയാണ്. അവിടെയും നിറയെ വെള്ളമാണ്. കാൽ വഴുതി വീഴാതെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ നിന്നും ഒഴുകുന്ന വെള്ളം പതഞ്ഞൊഴുകി താഴേക്ക് പോകുന്നത് ഒരു മനോഹര ദൃശ്യം തന്നെയാണ്. എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാൻ സമയമായി. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. ഇനിയും അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ഗുഡ് ബൈ പറയുന്നു. ഗുഡ് ബൈ.